എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ ഒരു പുതിയ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ സിസ്റ്റം ആണ് കേട്ടോ. നമ്പർ സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈസി ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. പക്ഷെ എളുപ്പം പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ ക്ലാസ്സിനോടൊപ്പം തന്നെ പഠിച്ചു തീർക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഇപ്പൊ നമ്പർ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ശ്രദ്ധിക്കണം. ആദ്യമേ തന്നെ വ്യത്യസ്തമായ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, ഈവൻ നമ്പേഴ്സ് ഉണ്ട്, ഓഡ് നമ്പേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്, ഭാജ്യസംഖ്യകൾ, അഭാജ്യസംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഭിന്നകങ്ങൾ, അഭിന്നകങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് എന്നുള്ളത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. സംഖ്യകളെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അത് നേടിത്തരാൻ വേണ്ടിയാണ് നമ്മുടെ സിലബസ് പ്രകാരം ആദ്യം പഠിക്കേണ്ടത് ഇതാണ്, നമ്പർ സിസ്റ്റം. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് പഠിക്കാം. ആദ്യം തന്നെ എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ. ശ്രദ്ധിക്കണം, ഈ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്, നിസർഗ സംഖ്യകൾ. നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്നുള്ള വാക്കാണ് പൊതുവെ ഉപയോഗിക്കാറ്. എണ്ണൽ സംഖ്യകളെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നിസർഗ സംഖ്യകൾ. ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ്. 1, 2, 3 എന്ന് തുടങ്ങുന്ന എണ്ണുവാനായിട്ട് ഉപയോഗിക്കുന്ന സംഖ്യകളാണ് നിസർഗ സംഖ്യകൾ എന്ന് പറയുന്നത്. നിസർഗ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സിന്റെ അവസാനം എന്താണ്? അവസാനം ഇല്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് മാത്തമാറ്റിക്കലി നമ്മൾ അവസാനം എന്ന് പറയുന്നതിനെ അനന്തത എന്ന് സൂചിപ്പിക്കും. അനന്തത, മലയാളത്തിൽ അനന്തത എന്ന് പറയും. അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇൻഫിനിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇൻഫിനിറ്റി അഥവാ അനന്തത. ഓക്കെ, സോ എണ്ണൽ സംഖ്യകൾ തുടങ്ങുന്നത് ഒന്നിലാണ് കേട്ടോ. എണ്ണൽ സംഖ്യകൾ തുടങ്ങുന്നത് ഒന്നിലാണ്, അവസാനിക്കുന്നത് അനന്തതയിലാണ്. 1, 2, 3 എക്സെട്ര എന്ന് തുടങ്ങി എണ്ണുവാനായി ഉപയോഗിക്കുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എണ്ണൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിസർഗ സംഖ്യകൾ. നിസർഗ സംഖ്യകൾ, നിസർഗ സംഖ്യകൾ എന്ന് പറയും, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയും അല്ലെ. എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും അല്ലെ. നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നിസർഗ സംഖ്യകളെ നമ്മൾ എങ്ങനെ വിളിക്കും? എണ്ണൽ സംഖ്യകൾ എന്ന് വിളിക്കും. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്താണ്? ഒന്നാണ് അല്ലെ. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് ഒന്നാണ്. അറിയാവുന്ന സംഗതികൾ തന്നെയാണ് ഇതെല്ലാം. അടുത്തതായിട്ട് വളരെ പ്രാധാന്യാർഹിതമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സാധനമാണ് അഖണ്ഡ സംഖ്യ. അഖണ്ഡ സംഖ്യ ശ്രദ്ധിച്ചിരിക്കണം. ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. അഖണ്ഡ സംഖ്യ, അഖണ്ഡ സംഖ്യ. ഇംഗ്ലീഷിൽ നമ്മൾ ഹോൾ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കും. 0-ത്തിൽ നിന്ന് തുടങ്ങുന്നതിനെയാണ് നമ്മൾ അഖണ്ഡ സംഖ്യ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം എണ്ണൽ സംഖ്യകൾ എന്താണ്? 1, 2, 3 എക്സെട്ര, ഇതാണ് എണ്ണൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യകളും കൂടെ 0 കൂടെ ചേർത്താൽ എന്തായി? അഖണ്ഡ സംഖ്യകളായി അല്ലെ. എണ്ണൽ സംഖ്യകളുടെ കൂടെ 0 കൂടെ ചേർത്താൽ അത് എന്തായി? അഖണ്ഡ സംഖ്യകളായി. ക്ലിയർ ആണോ? എന്താണ് അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്? എണ്ണൽ സംഖ്യകളോടൊപ്പം 0 കൂടെ ചേർന്ന് വരുന്ന സംഖ്യാഗണത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അഖണ്ഡ സംഖ്യ. അപ്പൊ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഒന്നാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഒന്നാണ്. എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 1, 2, 3 അങ്ങനെ പോകുന്നു. അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ കൂടെ 0 കൂടെ ചേർക്കുന്ന സംഖ്യാഗണത്തിനെ വിളിക്കുന്ന പേരാണ് അഖണ്ഡ സംഖ്യ. 0, 1, 2, 3 അങ്ങനെ പോകും. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ,
ഇനി അഖണ്ഡ സംഖ്യകളിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ചോദ്യം, ഒരു PSC ചോദ്യം നമുക്ക് നോക്കാം. ഇതാണ് ആ ചോദ്യം. ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം 2012 ഫയർമാൻ എക്സാമിന് വന്നിട്ടുണ്ട്. 2000-ന് ശേഷവും ഒരു പരീക്ഷയ്ക്ക് സമാനമായ ചോദ്യം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് വരുന്ന ചോദ്യമാണിത്. നമ്മുടെ ചോദ്യം ഇതാണ്: ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്താണെന്നാണ് ചോദ്യം. ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം. ശ്രദ്ധിച്ചിരിക്കണേ. ഹോൾ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് നമുക്കറിയാം. അഖണ്ഡ സംഖ്യകൾ ആരംഭിക്കുന്നത് 1-ലാണ്. 0, 1, 2 ഇങ്ങനെ പോകും. അപ്പൊ എന്തായാലും ഗുണനഫലം എടുക്കുമ്പോൾ 0-നെയും ഗുണം വിളിക്കേണ്ടി വരും. 0 ഗുണം 1 ഗുണം 2 ഗുണം എന്നല്ലേ പോകുന്നത്. എടാ 0 ഗുണിച്ചു കഴിഞ്ഞാൽ ആൻസർ എല്ലായ്പ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഗുണിക്കുന്നവന്മാരുടെ കൂട്ടത്തിൽ 0 ഉണ്ടെങ്കിൽ ആൻസർ 0 ആയിരിക്കും. ഓക്കെ ആണേ? നമുക്ക് ഓൾറെഡി അറിയാവുന്ന സംഗതിയാണ്. 0 കൊണ്ട് ഏത് സംഖ്യ ഗുണിച്ചാലും ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെ? ഇപ്പൊ 0 ഗുണം 1 ഗുണം 2 ഗുണം എക്സെട്ര എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് ആൻസർ വരിക. 0 ഇസ് ദ സൊല്യൂഷൻ. ഓപ്ഷൻ ബി 0 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി 0. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ക്ലിയർ ആണേ? അപ്പൊ ആദ്യത്തെ ചോദിച്ചാലും ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ആദ്യത്തെ 1000 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണേ? യെസ്. അടുത്തതാണ് പൂർണ്ണസംഖ്യകൾ. പൂർണ്ണസംഖ്യകൾ അഥവാ ഇന്റിജേഴ്സ്. ശ്രദ്ധിച്ചിരിക്കണേ. 0-വും എണ്ണൽ സംഖ്യകളും അതേ എണ്ണൽ സംഖ്യകളുടെ നെഗറ്റീവ് സംഖ്യകളും കൂടെ അടങ്ങുന്ന സംഖ്യാഗണമാണ് എന്തെന്ന് പറയുന്നത്? ഇന്റീജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. പൂർണ്ണസംഖ്യകൾ അഥവാ ഇന്റീജേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും? നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, 0 ഉണ്ട്, ആ നാച്ചുറൽ നമ്പേഴ്സിന്റെ നെഗറ്റീവ്സും ഉണ്ട്. അല്ലെ? എണ്ണൽ സംഖ്യകള് ആ എണ്ണൽ സംഖ്യകളുടെ നെഗറ്റീവ് സംഖ്യകള് പിന്നെ 0 ചേർന്ന സംഖ്യാഗണമാണ് ഇന്റിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് 1, 2, 3, 4, 5 അങ്ങനെ പോകുന്നുണ്ട്. 0 ഉണ്ട്. പിന്നെ ഈ എണ്ണൽ സംഖ്യകളുടെ നെഗറ്റീവുകൾ -1, -2, -3, -4, -5 ഇങ്ങനെ പോകും. ഇങ്ങനെയുള്ള എണ്ണൽ സംഖ്യകൾ അഥവാ ഇന്റിജേഴ്സ്. നമുക്ക് ലളിതമായിട്ട് ഇങ്ങനെ എഴുതാം. ഇന്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു അക്ഷരമുണ്ട്. ഇസഡ് എന്ന അക്ഷരം ഉപയോഗിച്ചാണ് നമ്മൾ പൂർണ്ണസംഖ്യകൾ അഥവാ ഇന്റിജേഴ്സിനെ കാണിക്കുന്നത്. ഒരു നൊട്ടേഷൻ കൂടെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എവിടെയെങ്കിലും പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട്. നിസർഗ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ N എന്ന അക്ഷരം ഉപയോഗിച്ചാണ് കാണിക്കുന്നത്. N എന്ന അക്ഷരം. ഓക്കെ. അത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ്, എല്ലായിടത്തും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇന്റീജറിനെ കാണിക്കുന്ന സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഇസഡ് ആണ്. ഇസഡ്. അപ്പൊ നമുക്ക് ഇന്റീജർ അഥവാ ഇസഡ് എന്ന് പറയുന്നത് 0 ±1 ±2 ±3 ഇങ്ങനെ എഴുതാം. ചുരുക്കി എഴുതാം. നീട്ടിപ്പിടിച്ച് നമ്മൾ ഒരുപാട് സംഖ്യകൾ എഴുതുന്നതിന് പകരം ഇങ്ങനെ ലളിതമായിട്ട് എഴുതാം. 0 ±1 ±2 ±3. ഓക്കെ. ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ എന്താണ് പൂർണ്ണസംഖ്യകൾ അഥവാ ഇന്റിജേഴ്സ് എന്ന് പഠിച്ചു. ഇനി ഒരു ജനറൽ നോളജ്. ഇപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് മാത്സ് ഇങ്ങനെ പഠിച്ചു പോകുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് മാത്സുമായിട്ട് തന്നെ ബന്ധപ്പെട്ട കുറച്ച് GK ഫാക്ട്സ് നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലതാണ്. 0-നെ കുറിച്ച് വ്യക്തമായ പഠനം നടത്തിയ ഭാരതീയ ഗണിതശാസ്ത്രജ്ഞൻ ആര് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിസ്സംശയം നിങ്ങൾ ആൻസർ പറയണം. അദ്ദേഹം ബ്രഹ്മഗുപ്തനാണ്. ബ്രഹ്മഗുപ്തൻ. 0-ത്തെ കുറിച്ച് വ്യക്തമായ പഠനം നടത്തിയ ഭാരതീയ ഗണിതശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം നിസ്സംശയം പറയണം. എന്താണ്? ബ്രഹ്മഗുപ്തൻ. എന്താണ്? ബ്രഹ്മഗുപ്തൻ. ക്ലിയർ ആണല്ലോ? അടുത്തത് ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകളും. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സംശയമില്ലാത്ത സാധനമാണ്. LKG പിള്ളേരോട് ചോദിച്ചാലും അവർക്കറിയാം. എനിവേ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചു പോകണം. ഓക്കെ. അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ഒരേ മനസ്സോടുകൂടി പഠിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഇരട്ട സംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സ്. നമുക്കറിയാം 2ന്റെ ഗുണിതമായി വരുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഇരട്ട സംഖ്യകൾ.
ഇത് പൊതുവായിട്ട് എങ്ങനെ നമ്മൾ എഴുതും എന്നുള്ളതും കൂടെ ഓർത്തു വെക്കുക. 2n എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരട്ട സംഖ്യകൾ എഴുതുക. 2n. ആ എന്നിന് പകരം നമുക്ക് എന്താണ് കൊടുക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് ആണ് കൊടുക്കുന്നത്. നാച്ചുറൽ നമ്പേഴ്സ്. ആ എന്നിന്റെ സ്ഥാനത്ത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. n എലമെന്റ് ഓഫ് എന്നുള്ള നൊട്ടേഷൻ ആണ്. n എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് എന്നിന് 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം. ശരിയല്ലേ? അപ്പം എന്നിന് 1 കൊടുത്താൽ 2 ഗുണം 1 2. 2 കൊടുത്താൽ 2 ഗുണം 2 4 6 8 ഇങ്ങനെ പോകും. രണ്ടിന്റെ ഗുണിതമായി വരുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇരട്ട സംഖ്യകൾ. രണ്ടിന്റെ ഗുണിതം. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഏതാണ്? 2 ആണ് അല്ലെ? ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ 2 ആണ്. ക്ലിയർ ആണല്ലോ? ഏറ്റവും വലുത് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തത് ഒറ്റസംഖ്യകൾ. ഒറ്റസംഖ്യകളെ പൊതുവായിട്ട് നേരത്തെ ഇരട്ട സംഖ്യ 2 തന്നെ ആയിരുന്നു അല്ലെ? 2n ആയിരുന്നു ഇരട്ട സംഖ്യ. ഒരു ഇരട്ട സംഖ്യയുടെ കൂടെ 1 കൂട്ടിയാൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും കിട്ടുന്നത്? ഒറ്റസംഖ്യ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഒരു ഒറ്റസംഖ്യ കാണിക്കാനുള്ള പൊതുവായിട്ടുള്ള രൂപം. 2n പ്ലസ് 1 എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അവനൊരു ഒറ്റ സംഖ്യയാണ്. 2n എന്ന് എവിടെ കണ്ടാലും മനസ്സിലാക്കിക്കോണം, അവനൊരു ഇരട്ട സംഖ്യയാണ്. ഓക്കെ. യെസ്. 1 3 5 7 എന്ന ക്രമത്തിൽ വരുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഒറ്റ സംഖ്യകൾ. യെസ്. അടുത്തടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ 1 ആണ്. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ 1 ആണ്. ഓക്കെ, ക്ലിയർ. ഇവിടെ ഒന്നും അധികം സമയം നമ്മൾ ചെലവാക്കേണ്ടതില്ല, അറിയാവുന്ന കാര്യങ്ങളാണെല്ലാം. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് കയറുവാണ്. ഇമ്പോർട്ടന്റ് ഏരിയ. ഇമ്പോർട്ടന്റ് അഭാജ്യ സംഖ്യകൾ. അപ്പൊ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ഏരിയ ഏത്? ഇതുവരെ നമ്മൾ പഠിച്ചു നിർത്തിയ ടോപ്പിക് വരെയുള്ള ഇപ്പൊ പഠിച്ചു തുടങ്ങുന്ന അഭാജ്യ സംഖ്യകളാണ്. ഇതുവരെ ഉള്ളതിൽ കഴിഞ്ഞത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് അഖണ്ഡ സംഖ്യകളിൽ നിന്നാണ്. പക്ഷെ ഇനി നമ്മൾ കയറാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ഒരു മൊത്തവും നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ്. ശ്രദ്ധിക്കണേ, ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്ത് മിക്കവാറും ഉള്ള പരീക്ഷകൾക്ക് ആവർത്തിച്ചു വരുന്ന ഒരു ഏരിയ ആണ് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ്. അത് ഏതെങ്കിലും രൂപത്തിലായിരിക്കാം കേട്ടോ. അത് ഓഡ് വൺ ഔട്ടിന്റെ രൂപത്തിലായിരിക്കാം, ഒറ്റയാനെ കണ്ടെത്തുക എന്ന ചോദ്യത്തിന്റെ രൂപത്തിലായിരിക്കാം, അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര എന്നുള്ള ചോദ്യത്തിന്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിരിക്കാം, ആദ്യത്തെ ഒരു 5 അഭാജ്യ സംഖ്യകളുടെ തുകയായിരിക്കാം. ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് അഭാജ്യ സംഖ്യകളുമായിട്ട് ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ വരാം. ഈവൻ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് അല്ലെ? നമുക്ക് കുറച്ച് സീരീസുകൾ പഠിക്കാനുണ്ട്. അതായത് ആദ്യത്തെ ഒരു 4 അക്കങ്ങൾ തരും, 5ാമത്തെ അക്കം നമ്മൾ പൂരിപ്പിക്കണം. അപ്പൊ ആ ഒരു അക്കങ്ങൾ തമ്മിലുള്ള പൊതുവായ ഒരു ബന്ധം കണ്ടെത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനത്തെ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അങ്ങനത്തെ ചോദ്യങ്ങളിൽ ഉറപ്പായിട്ടും പ്രൈം നമ്പേഴ്സിന്റെ സാധ്യത വളരെ പ്രാധാന്യാർഹിതമാണ്. ഇവൻ പ്രൈം നമ്പറുകൾ കൂട്ടിപ്പോകുന്ന രീതിയിലോ പ്രൈം നമ്പറുകളെ ഗുണിച്ചു പോകുന്ന രീതിയിലോ ഒക്കെ തന്നെ സീരീസുകൾ വരാറുണ്ട്. ഓക്കെ, അപ്പം അവിടെ എല്ലാം തന്നെ ഏതെങ്കിലും ഒരു വിധേയന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ പ്രാധാന്യം ചെലുത്തുന്ന സംഗതിയാണ് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ്. ശ്രദ്ധിക്കുക, എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് അഭാജ്യ സംഖ്യകൾ എന്ന് ചോദിച്ചാൽ, ആ സംഖ്യ കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളെ വിളിക്കുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ. അതായത് ഉദാഹരണം 3. 3യെ എനിക്ക് 3 കൊണ്ട് ഹരിക്കാം, 3യെ എനിക്ക് 1 കൊണ്ട് ഹരിക്കാം. പക്ഷെ മറ്റൊരു സംഖ്യ കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കില്ല. പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആവില്ല മറ്റൊരു സംഖ്യ കൊണ്ടും. അത്തരത്തിലുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പക്ഷെ പ്രൈം നമ്പർ അല്ലാത്ത ഒരെണ്ണം ഉദാഹരണം നോക്കാം. 4. 4 എന്ന സംഖ്യ എടുത്താൽ 4നെ എനിക്ക് 2 കൊണ്ട് ഹരിക്കാമല്ലോ. അപ്പൊ അതെന്താവില്ല? പ്രൈം നമ്പർ ആവില്ല. ആ സംഖ്യ കൊണ്ടും 1 കൊണ്ടും അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ടും ഹരിക്കാൻ പറ്റരുത്. അത്തരത്തിലുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈം നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഒരു സംഖ്യയെ 1 കൊണ്ടും അതേ സംഖ്യ കൊണ്ടും മാത്രം പൂർണ്ണമായി ഹരിക്കാൻ കഴിഞ്ഞാൽ അത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്ത്? അഭാജ്യ സംഖ്യകൾ. മറ്റൊരു സംഖ്യ കൊണ്ടും ഹരിക്കാൻ കഴിയരുത്.
ഓക്കെ. ഏറ്റവും ചെറിയ അഭാജ്യ ഒരുപാട് പ്രത്യേകതകൾ രണ്ടിനുണ്ട്. അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് തുടങ്ങുന്ന രണ്ടിൽ നിന്നാണ്. രണ്ടിനെ 2 കൊണ്ട് 1 കൊണ്ടേ പറ്റുള്ളൂ. 3നെ 2 കൊണ്ട് 1 കൊണ്ടേ പറ്റുള്ളൂ. 4നെ 2 കൊണ്ട് പറ്റും, എഴുതാൻ പറ്റില്ല. 5നെ 5 കൊണ്ട് 1 കൊണ്ടേ പറ്റുള്ളൂ. 6നെ 2 കൊണ്ടും 3 കൊണ്ടും പറ്റും, എഴുതാൻ പറ്റത്തില്ല. 7 എഴുതാം. 7നെ 7 കൊണ്ട് 1 കൊണ്ടേ ഹരിക്കാൻ പറ്റുള്ളൂ. 8നെ നമുക്ക് 2 കൊണ്ടും 4 കൊണ്ടും ഒക്കെ ഹരിക്കാം, 8 പറ്റത്തില്ല. 9നെ 3 കൊണ്ട് ഹരിക്കാം, 9 പറ്റത്തില്ല. 10നെ 2 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാം, 10 പറ്റത്തില്ല. 11 പറ്റും. അങ്ങനെ നമുക്ക് എഴുതി പോകാൻ അറിയാം. 12 പറ്റത്തില്ല. 12നെ 4 കൊണ്ടും 2 കൊണ്ടും 3 കൊണ്ടും ഒക്കെ പറ്റും. പിന്നെ പറ്റുന്നത് 13 അല്ലെ? 13 എഴുതാം. ഓക്കെ ആണല്ലോ. 14 എഴുതാൻ പറ്റത്തില്ല. 15 എഴുതാൻ പറ്റത്തില്ല. 16 എഴുതാൻ പറ്റത്തില്ല. പിന്നെ വരുന്നത് 17. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇതാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് കേട്ടോ. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. യെസ്. ഈ പ്രൈം നമ്പേഴ്സിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരാളാണ് ഈ പറയുന്ന 2. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ ഏത്? ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ ഏത്? ഉത്തരം എന്താണ്? 2 ആണ് ഉത്തരം. ഇരട്ട അഭാജ്യ സംഖ്യ ഒരെണ്ണേ ഉള്ളൂ. അഭാജ്യ സംഖ്യകളിൽ ഇരട്ട സംഖ്യ ആവുന്നത് ഒന്നേ ഉള്ളൂ, 2 മാത്രം. ബാക്കിയെല്ലാം എന്താണ്? ഒറ്റ സംഖ്യകളാണ്. ബാക്കിയെല്ലാം ഒറ്റ സംഖ്യകളാണ്. കാരണം പിന്നീട് ഒരു ഇരട്ട സംഖ്യ വന്നാൽ അത് ആ 2ന്റെ ഗുണിതമായിരിക്കും. അത് പറ്റത്തില്ലല്ലോ. 1 കൊണ്ട് ഹരിക്കാൻ പറ്റത്തുള്ളൂ, ആ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റത്തുള്ളൂ. 2 കൊണ്ട് ഹരിക്കാൻ പറ്റിയാൽ അത് അഭാജ്യമാവില്ലല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം 2 ആണ്. ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം 2 ആണ്. 2 ചോദ്യങ്ങൾക്ക് ഒരേ ഉത്തരം. ഏതൊക്കെയാണ്? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം 2 ആണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന പ്രാധാന്യാർഹിതമായ മറ്റൊരു ചോദ്യം, ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ ഏത്? ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ ഏത്? ഉത്തരം എന്താണ്? 2 ആണ്. ഇരട്ട സംഖ്യയായ ആ 2 പോയിന്റുകളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ഇരട്ട സംഖ്യയായ ഒരേ ഒരു അഭാജ്യ സംഖ്യ എന്ന് പറയുന്നതും 2 ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. ഇരട്ട സംഖ്യയായ ഒരേ ഒരു അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ അഭാജ്യ സംഖ്യകളുടെ എണ്ണത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ട് ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണേ. 1 മുതൽ 10 വരെയുള്ള അഭാജ്യ സംഖ്യകൾ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. നമ്മൾ ഇപ്പുറത്ത് എഴുതിയിരുന്നു അല്ലെ? 2, 3, 5, 7. ബാക്കി 11 ആണ്. അത് 10ന് ശേഷമാണ്. 1 മുതൽ 10 വരെ 4 അഭാജ്യ സംഖ്യകൾ. 10 മുതൽ 20 വരെയും 4 അഭാജ്യ സംഖ്യകൾ. 11, 13, 17, 19. 20 മുതൽ 30 വരെ 2 അഭാജ്യ സംഖ്യകൾ. 23, 29. 30 മുതൽ 40 വരെ 2 അഭാജ്യ സംഖ്യകൾ. 31, 37. 40 മുതൽ 50 വരെ 3 അഭാജ്യ സംഖ്യകൾ. 41, 43, 47. 50 മുതൽ 60 വരെ 2 അഭാജ്യ സംഖ്യകൾ. 53, 59. 60 മുതൽ 70 വരെ 2 അഭാജ്യ സംഖ്യകൾ. 61, 67. 70 മുതൽ 80 വരെ 3 അഭാജ്യ സംഖ്യകൾ. 71, 73, 79. 80 മുതൽ 90 വരെ 2 അഭാജ്യ സംഖ്യകൾ. 83, 89. 90 മുതൽ 100 വരെ ഒരേ ഒരു അഭാജ്യ സംഖ്യ 97. ഓക്കെ. 90 മുതൽ 100 വരെ ഒരേ ഒരു അഭാജ്യ സംഖ്യ 97. ഇതെല്ലാം കാണാതെ പഠിക്കണം നിർബന്ധമില്ല. പക്ഷെ എണ്ണം പഠിക്കണം. എണ്ണം പഠിക്കണം കേട്ടോ. യെസ്. അപ്പം ഒരു കാര്യം ആദ്യമേ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിനകത്ത് ഇതിനെ ഇന്റർവെൽ, ഇടവേളകൾ എന്ന് വിളിക്കും. ഇന്റർവെൽസ് എന്ന് വിളിക്കും. 1 മുതൽ 10 വരെ ഒരു ഇന്റർവെല്, 10 മുതൽ 20 വരെ ഉള്ള ഒരു ഇന്റർവെല്. അതിൽ ഏത് ഇന്റർവെല്ലിലാണ് ഒരേ ഒരു അഭാജ്യ സംഖ്യ മാത്രം ഉള്ളത്? അതൊന്ന് ആദ്യമേ തന്നെ നോട്ട് ചെയ്യുക. ഏതാണ്? 90 മുതൽ 100 വരെയുള്ള ഒരു ഇടവേള അഥവാ ഇന്റർവെല്ലിലാണ് ഒരേ ഒരു അഭാജ്യ സംഖ്യ മാത്രം ഉള്ളത്. അഭാജ്യ സംഖ്യ 97 ആണ്. അഭാജ്യ സംഖ്യ 97. 100നോട് അടുത്ത് നിൽക്കുന്ന 100നേക്കാൾ ചെറിയ അഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 97. 100നോട് അടുത്ത് നിൽക്കുന്ന 100നേക്കാൾ ചെറിയ അഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 97. ഓക്കെ. യെസ്. ഇനി പഠിച്ചു വെക്കേണ്ടത് 1 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? പരീക്ഷയ്ക്ക് വന്ന ചോദ്യം. 1 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 1 മുതൽ 50 വരെ കൂട്ടി നോക്കിയാൽ മതി. 50 എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിരിക്കും അല്ലെ? ഇവിടെ വരെ ഉള്ളത് കൂട്ടി നോക്കാം. 4 4 8. 8 2 10. 10 2 12. 12 12
3 15 അല്ലെ? 15 12 3 15 15 എന്ന് പറയുമ്പോൾ 50 വരുന്നുണ്ട്. 15 അഭാജ്യ സംഖ്യകൾ. 1 മുതൽ 50 വരെ 15 അഭാജ്യ സംഖ്യകൾ. ശരിയല്ലോടാ? 4 4 8 2 10 2 12 3 15. 15 അഭാജ്യ സംഖ്യകളുണ്ട് 1 മുതൽ 50 വരെ. അടുത്ത ചോദ്യം, 50 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 50 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 50 എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് നിന്നിരുന്നു. 50 മുതൽ 100 വരെ 2 2 4 4 1 5 3 2 5 5 5 10 10 അഭാജ്യ സംഖ്യകൾ. 10 അഭാജ്യ സംഖ്യകൾ. 50 മുതൽ 100 വരെ 10 അഭാജ്യ സംഖ്യകൾ. അടുത്ത ചോദ്യം, 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? യെസ്, 15 10 കൂടെ കൂട്ടിയാൽ മതി, 25 അഭാജ്യ സംഖ്യകൾ. 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകള്. 1 മുതൽ 50 വരെ 15 അഭാജ്യ സംഖ്യകള്. 50 മുതൽ 100 വരെ 10 അഭാജ്യ സംഖ്യകള്. 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകള്. ഓക്കെ ആണോ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? പ്രധാനപ്പെട്ടതാണ്, പഠിച്ചോണേ. ഓക്കെ, അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കുക കേട്ടോ. ഇത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കുക. ഇതിന്റെ എണ്ണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്നാണ് ചോദ്യം. ഗാർഡനർ എക്സാം 2014 ചോദിച്ച ചോദ്യമാണ്. ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം ഏതൊക്കെയാണ്? ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകൾ 2 3 5 7. ഇതാണ് ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകൾ. ഇതിന്റെ ഗുണനഫലം 2 ഗുണം 3 ഗുണം 5 ഗുണം 7. 23 6. 7 5 35. 5 6 30 0 ശിഷ്ടം 3. 3 6 18 3 21. 210. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി 210 ആണ് ശരി ഉത്തരം. സംശയമൊന്നും ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുന്നു. ലളിതമായ ചോദ്യം, പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്ന ചോദ്യം. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് കുറച്ച് സംഖ്യകൾ അവർ തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന സംഖ്യകളിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, 11 അഭാജ്യ സംഖ്യയാണ്, 13 അഭാജ്യ സംഖ്യയാണ്, 17 അഭാജ്യ സംഖ്യയാണ്, 15 അഭാജ്യ സംഖ്യ അല്ല. കാരണം 15നെ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാം? 15നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാം, അല്ലേ? യെസ്, ഈ 2 ഫാക്ടേഴ്സും കൂടെ വരുന്നുണ്ട്. പ്രൈം ആവണമെങ്കിൽ 15 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളായിരുന്നു. സോ ബാക്കി പ്രൈം അല്ല, അഥവാ അഭാജ്യമല്ല. അതുകൊണ്ട് ഓപ്ഷൻ സി 15 ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി 15 ആണ് ശരി ഉത്തരം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 50നും 100നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 50നും 100നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം LDC 2013 ചോദിച്ച ചോദ്യമാണ്. 50നും 100നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 10 അഭാജ്യ സംഖ്യകൾ. 50നും 100നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 10 അഭാജ്യ സംഖ്യകളുണ്ട്. എല്ലാരും പഠിച്ചോ? 1നും 50നും ഇടയിലാണെങ്കിൽ ഉത്തരം 15. 1നും 50നും ഇടയിലാണെങ്കിൽ 15. 50നും 100നും ഇടയിലാണെങ്കിൽ 10. 1നും 100നും ഇടയിലാണെങ്കിൽ 25. 1നും 100നും ഇടയിലാണെങ്കിൽ 25. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, 54ന്റെ അഭാജ്യ ഘടകങ്ങൾ, 54നെ അഭാജ്യ ഘടകങ്ങളാക്കി എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ 54നെ ആദ്യം എന്തുകൊണ്ട് ഹരിച്ചു നോക്കാം? 54നെ 2 കൊണ്ട് ഹരിക്കാം, അല്ലെ? യെസ്, 54ന്റെ പകുതി 27. ഓക്കെ ആണോ? അഭാജ്യ ഘടകങ്ങളാക്കാൻ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. വളരെ ലളിതമാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 27നെയും പിന്നെ ഇനി എന്തുകൊണ്ട് ഹരിക്കാം? 3 കൊണ്ട് ഹരിക്കാം. എന്ത് വരും? 9. 9നെയും 3 കൊണ്ട് ഹരിക്കാം, വീണ്ടും 9. 3നെയും 3 കൊണ്ട് ഹരിക്കാം, 1. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവന്മാരെ എല്ലാം കൂടെ ഗുണിക്കുക. അതായത് ഈ 54 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഗുണം 3 ഗുണം 3 ഗുണം 3 ആണ് എന്തെന്ന് പറയുന്നത്? 54 എന്ന് പറയുന്നത്. ശരിയല്ലേ? 54 എന്ന് പറയുന്നത് എന്താണ്? 2 ഗുണം 3 ഗുണം 3 ഗുണം 3. 3 പ്രാവശ്യം വന്നാൽ
മൂന്നിന്റെ ക്യൂബ് എന്ന് എഴുതാം അല്ലെ, മൂന്നിന്റെ ക്യൂബ്. സോ 2 ഗുണം 3ന്റെ ക്യൂബ് ആണ് ഇതിന്റെ 54ന്റെ അഭാജ്യ ഘടകങ്ങൾ. സോ 2 ഗുണം 3ന്റെ ക്യൂബ്, 2 ഗുണം 3ന്റെ ക്യൂബ്. 3 പ്രാവശ്യം ആവർത്തിച്ചത് കൊണ്ടാണ് 3ന്റെ ക്യൂബ്. 4 പ്രാവശ്യം ആവർത്തിച്ചിരുന്നെങ്കിലോ 3 4 വന്നേനെ. 5 പ്രാവശ്യം ആവർത്തിച്ചിരുന്നെങ്കിലോ 3 5 വന്നേനെ. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു, സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓൾ റൈറ്റ്, സെറ്റിലേക്ക് കയറാം. അഭാജ്യ സംഖ്യകൾ പഠിച്ചു. അഭാജ്യ സംഖ്യകളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഭാജ്യ സംഖ്യകൾ അല്ലെ. ഭാജ്യ സംഖ്യകൾ എന്താണ്? ഭാജ്യ സംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് നമ്പേഴ്സ് ശ്രദ്ധിച്ചിരിക്കണേ. അഭാജ്യ സംഖ്യകൾ നമ്മൾ പഠിച്ചു. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ആ സംഖ്യ കൊണ്ട് ഹരിക്കാം, ഒന്നുകൊണ്ട് ഹരിക്കാം, മറ്റൊരു സംഖ്യ കൊണ്ടും ഹരിക്കാൻ പറ്റത്തില്ല. അതാണ് അഭാജ്യ സംഖ്യകൾ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേതെങ്കിലും ഒരു സംഖ്യ കൊണ്ടും കൂടെ ഹരിക്കാൻ പറ്റും. അതായത് ഒന്നിലധികം ഘടകങ്ങളുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഭാജ്യ സംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഒന്നിലധികം ഘടകങ്ങൾ ഉണ്ടെങ്കിൽ, അതേ സംഖ്യ ഒന്നും അല്ലാതെ ഒന്നിലധികം ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, അത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഭാജ്യ സംഖ്യകൾ അല്ലെ. ഉദാഹരണം 4. 4നെ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. 6. 6നെ 3 കൊണ്ടും 2 കൊണ്ടും കട്ട് ചെയ്യാം. 4നെ 2 കൊണ്ടും 4 കൊണ്ടും കട്ട് ചെയ്യാം. 9നെ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാം. ശരിയല്ലേ? അപ്പം ആ സംഖ്യയോ ഒന്നോ അല്ലാതെ മറ്റു ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പോസിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഭാജ്യ സംഖ്യകൾ അല്ലെ. കോമ്പോസിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഭാജ്യ സംഖ്യകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ പ്രൈം നമ്പേഴ്സ് ആണ് പ്രാധാന്യം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഘടകം കൂടെ വരുവാണെങ്കിൽ അത് എന്തായി? കോമ്പോസിറ്റ് നമ്പർ അഥവാ ഭാജ്യ സംഖ്യകൾ. അഭാജ്യം എന്നുള്ളത് ഭാജ്യമായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന അനക സംഖ്യകൾ അഥവാ പരിപൂർണ സംഖ്യകൾ അഥവാ പെർഫെക്റ്റ് നമ്പേഴ്സ്. പക്ഷെ ഒറ്റയാനെ കണ്ടെത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ധാരാളം ഇവിടുന്ന് വരാറുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 2023 നടന്ന PSC പരീക്ഷയ്ക്ക് വരെ അനക സംഖ്യ അഥവാ പരിപൂർണ സംഖ്യയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒറ്റയാനെ കണ്ടെത്തുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ എന്താണ് അനക സംഖ്യ അഥവാ പരിപൂർണ സംഖ്യ അഥവാ പെർഫെക്റ്റ് നമ്പർ? ഒരു പരിപൂർണ സംഖ്യയുടെ ഘടകങ്ങൾ, ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങൾ, അതിന്റെ തുക ആ സംഖ്യ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അത്തരം സംഖ്യകളെയാണ് പരിപൂർണ സംഖ്യ എന്ന് വിളിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ നമുക്കറിയാം 6ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 6ന്റെ ഘടകങ്ങൾ 6 ഒരു ഘടകമാണ്, 3 ഒരു ഘടകമാണ്, 2 ഒരു ഘടകമാണ്, 1 ഒരു ഘടകമാണ് അല്ലെ. പരിപൂർണ സംഖ്യ അഥവാ അനകസംഖ്യ എന്ന് പറയും പരിപൂർണ സംഖ്യ അഥവാ അനകസംഖ്യ എന്ന് പറയുമ്പോൾ അഥവാ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സംഖ്യ ഒഴികെയുള്ള എന്നാണ് പറയുന്നത്. ഇപ്പൊ 6 എടുത്താൽ 6 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ബാക്കിയുള്ള ഘടകങ്ങളെ എടുക്കാൻ പറ്റത്തുള്ളൂ. ആ സംഖ്യ ഒഴികെയുള്ള ബാക്കിയുള്ള ഘടകങ്ങൾ കൂട്ടുമ്പോൾ ഈ സംഖ്യ 6 തന്നെ കിട്ടുവാണെങ്കിൽ അത്തരത്തിലുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്ത്? പെർഫെക്റ്റ് നമ്പർ അഥവാ പരിപൂർണ സംഖ്യ അഥവാ അനകസംഖ്യ. അപ്പൊ നമ്മൾ നോക്കാം. 3 അധികം 2 അധികം 1, 3 2 5 1 6 അല്ലെ. 6 കിട്ടിയത്, 6 കിട്ടേണ്ടത്, കിട്ടിയത് 6, കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പൊ ആ 6 എന്ന് പറയുന്ന സംഖ്യക്ക് ഒരു പ്രത്യേകതയായി. 6 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. പെർഫെക്റ്റ് നമ്പർ ആണ് അഥവാ അതൊരു അനഘ സംഖ്യയാണ് അഥവാ അതൊരു പരിപൂർണ സംഖ്യയാണ്. പരിപൂർണ സംഖ്യയാണ്. ഈ പ്രത്യേകത പെർഫെക്റ്റ്, അനഘ, പരിപൂർണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പെർഫെക്റ്റ് നമ്പർ, അനഘ സംഖ്യ അഥവാ പരിപൂർണ സംഖ്യ. പെർഫെക്റ്റ് നമ്പർ, അനഘ സംഖ്യ അഥവാ പരിപൂർണ സംഖ്യ. ശ്രദ്ധിച്ചിരിക്കണേ. 6 എന്ന് പറയുന്നത് എന്ത് സംഖ്യയാണ്? ഒരു പരിപൂർണ സംഖ്യയാണ്. 6 എന്ന് പറയുന്നത് ഒരു പരിപൂർണ സംഖ്യയാണ്. ശ്രദ്ധിച്ചിരിക്കണേ. 6ന് ശേഷം നമുക്ക് ഒറ്റയക്കങ്ങൾ 1 മുതൽ 9 വരെയാണെന്ന് അറിയാം. അവിടെ ഒരു പരിപൂർണ സംഖ്യയുള്ളൂ. ഇരട്ട സംഖ്യകൾ 10 മുതൽ 99 വരെയാണെന്ന് അറിയാം. അവിടെയും ഒരു പരിപൂർണ സംഖ്യയുള്ളൂ. മൂന്നക്ക സംഖ്യകൾ
100 മുതൽ 999 വരെയാണെന്നറിയാം. അവിടെയും ഒരു അനകസംഖ്യയേ ഉള്ളൂ. ഓക്കെ, നാലക്ക സംഖ്യകളിലും ഒരു അനകസംഖ്യയേ ഉള്ളൂ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കുന്നതാണ് പ്രധാനം. നോക്കിക്കോടാ. യെസ്, ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ 6 ആണ്. അപ്പൊ ആദ്യത്തെ ഒറ്റ സംഖ്യകളിലെ പരിപൂർണ സംഖ്യ 6. ഇരട്ട സംഖ്യകളിലെ പരിപൂർണ സംഖ്യ 28. മൂന്നക്ക സംഖ്യകളിലെ പരിപൂർണ സംഖ്യ 496. നാലക്ക സംഖ്യകളിലെ പരിപൂർണ സംഖ്യ 8128. 8128. ഇത് നാലും പഠിച്ചു വെക്കണേ. ഇത് നാലും പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. കാരണം ഒറ്റയാനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ചിരിക്കണേ. ഒറ്റയാനെ കണ്ടെത്താനാണ് ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഇതാണ്: 28, 36, 496, 8128. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ എന്ത് കണക്ഷനാണ് ഈ സംഖ്യകൾ തമ്മിലുള്ളത് എന്നുള്ളൊരു ചിന്ത ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിചാരിക്കും. രണ്ട് ചെറിയ സംഖ്യകൾ, ഒരു മൂന്നക്ക സംഖ്യ, ഒരു വലിയ സംഖ്യ. ശരി, ഇതെങ്ങനെ കണക്ട് ചെയ്ത്? എന്താണ് ഇതിന്റെ ബന്ധം? ഇതിനകത്ത് ഒറ്റയാൻ ആരാണ്? അനകസംഖ്യ അറിയാത്ത ഒരാൾക്ക് ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇംപോസിബിൾ ആണ്. അനകസംഖ്യ അറിയുന്ന ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം, എടാ നോക്കിക്കേ, 28 അനകസംഖ്യയാണ്, 496 ഒരു അനകസംഖ്യയാണ്, 8138 അനകസംഖ്യയാണ്, 36 അനകസംഖ്യ അല്ല. സോ ദ ഓഡ് വൺ ഔട്ട് ഈസ് 36. കൂട്ടത്തിൽ കിടക്കുന്ന ഒറ്റയാൻ ആരാണ്? 36. കൂട്ടത്തിൽ നിൽക്കുന്ന ഒറ്റയാൻ ആരാണ്? 36 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതൊന്നും മിസ് ഔട്ട് ചെയ്യരുത്.